Hello students, welcome back to my channel Ncert Malayalam. In today's class, we are going to discuss Chapter 4 History, Class 6, What Books and Burials Tells Us. This is the part 3 of this chapter. We have already uploaded part 1 and part 2. If you didn't see it, please check the description box. So, Story of Megaliths. So, മെഗാലിത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് മെഗാലിത്തുകൾ? These stone boulders are known as megaliths, literally big stones. So, in the next page, we can see that here are some stone boulders. So, these are called the megaliths. These were carefully arranged by people and were used to mark burial sites. So, മരിച്ച ആൾക്കാരുടെ ഇടങ്ങളിൽ ഇങ്ങനെ മാർക്കായിട്ട് വെക്കുന്നതാണ് ഈ പറയുന്ന മെഗാലിത്തുകൾ. The practice of erecting megaliths began about 3,000 years ago and was prevalent throughout the Deccan, South India and the northeastern Kashmir. അപ്പോൾ മെഗാലിത്തുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയത് 3000 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. അത് കൂടുതലായിട്ടും കണ്ടിരുന്നത് ഡെക്കാൻ, അതുപോലെ തന്നെ ഡെക്കാൻ പ്ലാറ്റ്യൂലും സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് ആൻഡ് കാശ്മീരിലൊക്കെ ആയിരുന്നു. വൺസ് അഗൈൻ ഐ റിപ്പീറ്റിംഗ്, ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ആൻഡ് കാശ്മീർ. So, this is a picture for megaliths. Some important megalithic sites are shown in map 2, page number 13. അപ്പോൾ പേജ് നമ്പർ 13 അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചാപ്റ്റർ 2ൽ ഉള്ള ഒരു പേജാണ് പേജ് നമ്പർ 13 ആൻഡ് മാപ്പ് 2. You should look upon it. While some megaliths can seen on the surface, other megaliths burials are often underground. ചിലതൊക്കെ എന്താ നമ്മുടെ മുകളിൽ സർഫസിലായിരിക്കും. ചില മെഗാലിത്തുകൾ അല്ലെങ്കിൽ സ്റ്റോൺ ബോൾഡേഴ്സൊക്കെ അണ്ടർഗ്രൗണ്ടായിട്ട് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടായിട്ട് ഇങ്ങനെ ബറി ചെയ്തിട്ടുള്ളതായിരിക്കും. സംടൈംസ് ദ ആർക്കിയോളജിസ്റ്റ് ഫൈൻഡ് എ സർക്കിൾ ഓഫ് സ്റ്റോൺ ബോൾഡേഴ്സ് ഓർ സിംഗിൾ ലാർജ് സ്റ്റോൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്. ചില സമയത്ത് ഈ പറയുന്ന ആർക്കിയോളജിസ്റ്റുകൾ ഒരു സർക്കിൾ ഓഫ് സ്റ്റോൺ ബോൾഡേഴ്സോ അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ സ്റ്റോണുകളോ ആയിട്ട് കാണുന്നുണ്ട് ഈ പറയുന്ന മെഗാലിത്തുകളെ. ദീസ് ആർ ദ ഓൺലി ഇൻഡിക്കേഷൻസ് ദാറ്റ് വേർ ബറിയൽസ് ബെനീത്ത്. അപ്പോൾ അതൊരു ഒറ്റ കാരണം കൊണ്ടാണ് അടിയിൽ ഇങ്ങനെ മരണപ്പെട്ടവരുടെ ബറിയൽസ് സംസ്കരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ. There were several things that the people did to make megalith. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. We have made list here. അതായത് try and arrange them in the correct order. അപ്പോൾ എന്തൊക്കെയായിരുന്നു മെഗാലിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ്. അതായത് ഡിഗിങ് പിറ്റ് ഇൻ ദ എർത്ത്, ട്രാൻസ്പോർട്ടിങ് സ്റ്റോൺസ്, ബ്രേക്കിംഗ് ബോൾഡേഴ്സ്, പ്ലേസിംഗ് സ്റ്റോൺസ് ഇൻ ദ പൊസിഷൻ, ഫൈൻഡിങ് സ്യൂട്ടബിൾ സ്റ്റോൺ, ഷേപ്പിംഗ് സ്റ്റോൺ ആൻഡ് ബറിയിങ് ദ ഡെഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഒരു അറേഞ്ച് അല്ല, പക്ഷെ നിങ്ങളത് അറേഞ്ച് ചെയ്യണം. എങ്ങനെയൊക്കെയായിരുന്നു ഇവർ മെഗാലിത്തുകളായിട്ട് അറേഞ്ച് ചെയ്ത് എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണം കേട്ടോ. ഞാനത് കറക്റ്റ് ചെയ്യാം എങ്ങനെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് if you have any doubts you should ask in the comment box. Okay children, so all these burials have some common features. Generally the dead were buried with distinctive pots which are called black and red ware. Also found are the tools and the weapons of iron and sometimes skeleton of horses, horse equipment and ornaments of stone and gold. സോ ഈ ബറിയൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഫീച്ചർ? ബറിയൽസിൻ്റെ കൂടെ തന്നെ അവർ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള പോട്ട്സ്, അതായത് കലങ്ങൾ, അത് ചിലപ്പോൾ ബ്ലാക്ക് കളറായിരിക്കാം, റെഡ് കളറിലായിരിക്കാം. കൂടാതെ തന്നെ ഒരുപാട് ടൂൾസ്, ആയുധങ്ങൾ, വെപ്പൺസ്, അയോൺ കൊണ്ടുണ്ടാക്കിയ വെപ്പൺസ്, പിന്നെ ഒരുപാട് സ്കെലിറ്റൻ ഓഫ് ഹോഴ്സസ്, കുതിരകളുടെ എല്ലുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, വാസ് അയൺ യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിറ്റീസ്? അയൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാരപ്പൻ സിറ്റീസ്? വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. യെസ്, ഇറ്റ് ഈസ് നോ. ആൻസർ ഈസ് നോ. ഹാരപ്പൻ സിറ്റീസിൽ വി കുഡ് ഫൈൻഡ് ഓൺലി ഗോൾഡ്, സിൽവർ, കോപ്പർ ornaments or copper instruments. Now we are going to discuss about finding out about the social differences. അപ്പോൾ സോഷ്യൽ ഡിഫറൻസസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Archaeologists think that the objects found with the skeleton probably belong to the dead person. Sometimes more objects are found in one grave than the other. അപ്പോൾ സോഷ്യൽ ഡിഫറൻസസ് വഴി ബറിയൽസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ചില സമയത്ത് ഒരു ഡെഡ് പേഴ്സൻ്റെ കൂടെ തന്നെ ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പ് 2ൽ ബ്രഹ്മഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സ്കെലിറ്റനെ 33 ഗോൾഡ് ബീഡ്സ്, 33 ഈ പറയുന്ന സ്വർണ്ണ മണികളും അതുപോലെ തന്നെ 2 കൽമണികളും 4 കോപ്പർ ബാംഗിൾസും ഒരു കൊഞ്ചിൻ്റെ ഷെല്ലൊക്കെ
കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതർ സ്കെലിറ്റൻസ് ഹാവ് ഓൺലി എ ഫ്യൂ പോർട്സ്. ബാക്കിയുള്ള സ്കെലിറ്റൻസിനൊക്കെ കുറച്ച് പോർട്സ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന 33 സ്വർണ്ണമണികളൊക്കെ ഉള്ള ആൾ അത്രയും റിച്ച് ആയിട്ടുള്ളൊരു, അതായത് ഒരു സൊസൈറ്റിയിലെ എക്കണോമിക്കലി ഭയങ്കര ഉയർന്ന ഒരാളെ, സാമ്പത്തികപരമായിട്ട് ഉയർന്ന വളരെ വലിയൊരാളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാധാരണക്കാരിൽ പോർട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. These finds suggest that there were some differences in the status among the people who were buried. ചില ആൾക്കാർ റിച്ച് ആയിരിക്കും, അതുപോലെ തന്നെ ചിലർ എന്തായിരിക്കും, പാവപ്പെട്ടവർ, അതായത് പുവർ ആയിരിക്കും. ചിലത് ചീഫ്സ് ആയിരിക്കും, ചിലതെന്ന് പറയുന്നത് ഫോളോവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബറിയൽസിനകത്ത് സോഷ്യൽ ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു പാട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് ബോർഡ്. So we are going to discuss about the next, that is were some burial spots meant for certain families. അപ്പോൾ ചില ബറിയൽ സ്പോട്ട്സിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ബറിയൽസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻഡിക്കേഷൻ തന്നെ ഒരുപാട് ഫാമിലികളുടെ ഇൻഡിക്കേഷൻ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ആൻസറായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫായിട്ട് പറയുന്നത്, സംടൈംസ് ദ മെഗാലിറ്റ്സ് contain more than one skeleton. These indicate that the people perhaps belong to same family. ചില സമയത്ത് മെഗാലിത്തുകളിൽ ഒന്നിൽ കൂടുതലോ സ്കെലറ്റൻ കിട്ടുകയാണെങ്കിൽ അതൊരു ഫാമിലിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരേ സമയമല്ലാതെ ഒരേ പ്ലേസിൽ, അതായത് ഓരോരുത്തരും മരിക്കുന്നത് ഓരോ സമയത്തായിരിക്കുമല്ലോ, ഓരോ പ്ലേസിൽ ഒരേ പ്ലേസിൽ ഡിഫറെൻറ്റ് ടൈമിൽ ഇങ്ങനെ കുഴിച്ചിട്ടതായിരിക്കും ഈ പറയുന്ന സ്പോട്ടുകളൊക്കെ. ദ ബോഡീസ് ഓഫ് ദീസ് ഹൂ ഡൈഡ് ലേറ്റർ വർ ബോട്ട് ഇൻ ടു ഗ്രേവ് ത്രൂ ദ പോർട്ട് ഹോൾസ്. അപ്പോൾ പോർട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ടാണ് ഇവരെ അടുത്ത ബോഡി ഇങ്ങനെ ബറി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോർട്ട് ഹോൾസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ബോഡി ചെയ്യാൻ, ഗ്രേവിനകത്ത് ബറി ചെയ്യാൻ പറ്റിയ ഇതിനാണ് പോർട്ട് ഹോൾസ് എന്ന് പറയുന്നത്. സ്റ്റോൺ സർക്കിൾസും ബോൾഡേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈൻ പോസ്റ്റായിട്ട് ബറിയൽ സൈറ്റിൽ വെക്കും. സോ ദാറ്റ് ദ പീപ്പിൾ കുഡ് റിട്ടേൺ ടു ദ സെയിം പ്ലേസ് വെൻ എവർ ദേ വാണ്ടഡ് ടു. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് പിന്നെ ഇങ്ങനെ വന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ, ഈ ശവകുടീരങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊരു അവസരമായിട്ട് ഇങ്ങനെ ഓരോ സൈൻ പോസ്റ്റുകളൊക്കെ വെക്കാറുണ്ടായിരുന്നു. നെക്സ്റ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി എ സ്പെഷ്യൽ ബറിയറ്റ് അറ്റ് ഇനാംഗോൺ. അപ്പോൾ ഇനാംഗോണിൽ കണ്ട ഒരു സ്പെഷ്യൽ ബറിയലിനെ പറ്റിയാണ് പറയുന്നത്. മാപ്പ് 2 പേജ് നമ്പർ 13 ഇനാംഗോൺ നിങ്ങൾ കണ്ടെത്തുക. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈറ്റ് ഓൺ റിവർ ഗോഡ് GHOD എന്ന് പറയുന്ന ഭീമയുടെ ട്രിബ്യൂട്ടറിയാണ്, അല്ലെങ്കിൽ ഭീമയുടെ ഒരു ചെറിയ സബ് നദി എന്ന് പറയില്ലേ, അതാണ് ഈ പറയുന്ന ഗോഡ് എന്ന് പറയുന്നത്. GHOD, നോട്ട് GOD. It was occupied between 3600 and 2700 years ago. Here adults were generally buried in the ground. അപ്പോൾ ഈ ലെയ്ഡ് ഔട്ട് സ്ട്രെയിറ്റ് വിത്ത് ദ ഹെഡ് ടുവേർഡ്സ് എ നോർത്ത്. അപ്പോൾ ഈ പറയുന്ന ഇനാംഗോണിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഓരോ കുഴിച്ചിരുന്ന വെച്ചാൽ അല്ലെങ്കിൽ ബറിയൽസൊക്കെ അതിൻ്റെ തലഭാഗം നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് സംടൈംസ് ബറിയൽസ് വർ വിത്തിൻ ദ ഹൗസസ്. ചില സമയത്ത് എന്ത് ചെയ്യുന്നു, ഓരോ വീടുകളിലായിരുന്നു ഇവരുടെ ശവങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. വെസൽസ് ദാറ്റ് പ്രോബബ്ലി കണ്ടെയ്ൻഡ് ഫുഡ് ആൻഡ് വാട്ടർ വർ പ്ലേസ്ഡ് വിത്ത് ദ ഡെഡ്. ചില സമയത്ത് ഇവരെന്ത് ചെയ്യും, ഫുഡും വാട്ടറൊക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടായിരുന്നു ബറി ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര കൗതുകപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. One man was found buried in a large 4-legged clay jar in the courtyard of the 5-roomed house. ഒരു കഥ പറയാണ്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് പറയാണ്, ഒരു മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 4 കാലുകളുള്ള ഒരു വലിയ ജാറ് അതെവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്, ഒരു വീടിൻ്റെ മുറ്റത്ത്, 5 ബെഡ്റൂമുള്ളൊരു വീടിൻ്റെ മുറ്റത്തായിരുന്നു. അതായത് ആ ഒരു സൈഡിലുള്ള ഏറ്റവും വലിയ വീട്ടിലായിരുന്നു. ഇൻ ദ സെൻറ്റർ ഓഫ് ദ സെറ്റിൽമെൻറ്റ്, ആ സെറ്റിൽമെൻറ്റ് സെൻറ്ററിൽ. ദിസ് ഹൗസ് ഓൾസോ ഹാഡ് എ ഗ്രാനറി. ഇതിനൊരു പത്തായപുരൊക്കെ പോലെ ഉണ്ട്. ദ ബോഡി വാസ് പ്ലേസ്ഡ് ഇൻ എ ക്രോസ് ലെഗ്ഡ് പൊസിഷൻ. ഈ ബോഡി എന്ന് പറയുന്നത് ഒരു ക്രോസ് ലെഗ്ഡ് പൊസിഷനിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സ്കെൽട്ടനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ സ്കെൽട്ടനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന പറയുമ്പോൾ, ചില സ്കെൽട്ടനിൽ, ഇത് ഞാൻ വായിക്കുന്നില്ല, പറയാം, നമുക്ക് ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും എല്ലുകൾ വഴി എന്ത് ചെയ്യാം, ഒരുപാട് ഡിഫറൻസസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അല്ലേ. അതായത് സ്ത്രീകളിൽ ഹിപ്പ് ബോൺ, അതായത് ഊരയുടെ ഭാഗത്തുള്ള ബോൺ കുറച്ചും കൂടെ എന്തായിരിക്കും, എക്സ്പാൻഡഡ് ഫോമിലായിരിക്കും.
പുരുഷൻ്റെത് അങ്ങനെ ആയിരിക്കില്ല. ഒരുപാട് ഡിഫറൻസ് വഴിയൊക്കെ നമുക്ക് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലുകളിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ ചില സമയത്ത് ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ ഒരുപാട് ജ്വല്ലറീസൊക്കെ വെച്ചിട്ടായിരിക്കും ബറി ചെയ്തത്. അങ്ങനെ മനസ്സിലാക്കാം സ്ത്രീകളിലായിരിക്കും കൂടുതൽ ജ്വല്ലറീസ് ഉണ്ടാവുക. അങ്ങനെ സ്ത്രീയും പുരുഷനും മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബോൺ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു, ഹിപ്പ് ഓർ പെൽവിക് ഏരിയ ഓഫ് എ വുമൺ ഈസ് ജനറലി ലാർജർ ടു എനാബിൾ ചൈൽഡ് ബിയറിങ്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ പറ്റത്തക്ക രീതിയിൽ പെൽവിക് റീജിയൻ നല്ല വീതിയോടെയാണ് ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വാട്ട് സ്കെൽറ്റൽ സ്റ്റഡീസ് ടെൽസസ് എന്നുള്ളൊരു പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഒക്കുപ്പേഷൻസ് അറ്റ് ഇനാംഗോൺ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. So children, if you are new to this channel, please do subscribe and share with your friends and family. Stay home, stay safe.